എന്താന്ന് വെച്ചാൽ ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടില്ല, ആവശ്യമില്ലാത്ത സ്ഥലത്ത് പ്രകടിപ്പിച്ച് ആത്മതൃപ്തി അടയും. ഇമോഷണലി സ്പീച്ച് കൊടുത്ത് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടും. നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ലെവലിലാണ് പറയുന്നത്, വെറുതെ പോയി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ട്രോമകളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനൊക്കെ ഇതിനൊക്കെ ഈ അഡ്വാൻസ്ഡ് ലെവലിൽ പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ദേഷ്യത്തെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, എങ്ങനെ നമുക്ക് വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിനു മുമ്പ് പ്ലീസ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്നെ കോൾ ചെയ്യരുത്, കാരണം ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, പിന്നെ എൻ്റെതായ വർക്കുണ്ട്. എനിക്ക് വീഡിയോ എടുക്കും, അതൊരു സൈഡിൽ കൂടെ ഉണ്ടാവും. പിന്നെ എനിക്ക് കൗൺസിലിംഗ് എടുക്കാറുണ്ട്. സോ അതിലെല്ലാം ഞാൻ ബിസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വളരെ അത്യാവശ്യമാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ നോക്കും. പിന്നെ ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയാണ് ഈ വാട്സപ്പിൽ നമ്പർ കൊടുത്തിരിക്കുന്നത്. സോ കോൾ ചെയ്യരുത്. ഞാൻ ചിലപ്പോൾ കൗൺസിലിങ്ങിലൊക്കെ ആയിരിക്കും. ചിലർക്കൊക്കെ ചില സമയത്തിൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു ഹീലിങ്ങിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്ന് കേട്ടാൽ ഞാൻ പറയുന്നതായിരിക്കും. ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൗൺസിലിംഗ് വേണമെങ്കിൽ വാട്സപ്പിൽ വന്ന് ചാറ്റ് ചെയ്യുക. നോ കോൾ ചെയ്യരുത്. എല്ലാവർക്കും ദേഷ്യം വരും, എന്നാൽ വരുന്ന ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് പെടാപ്പാട്. എല്ലാവർക്കും ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. എന്നാൽ എന്ത് ചെയ്യാൻ, ദേഷ്യം ഇങ്ങനെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. ദേഷ്യം എന്ന് പറയുന്നത് ശരിയോ തെറ്റോ, ചില സ്ഥലങ്ങളിൽ ശരിയാണ്, പല സ്ഥലങ്ങളിൽ തെറ്റാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റെന്താന്ന് വെച്ചാൽ ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടില്ല, ആ ദേഷ്യത്തെ കൊണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്ത് പ്രകടിപ്പിച്ച് ആത്മതൃപ്തി അടയും, അല്ലേ? എന്നാൽ ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെട്ടാൽ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവും. എന്നാൽ അവിടെ ദേഷ്യപ്പെടില്ല. എന്നാൽ ദേഷ്യപ്പെടുന്നത് വലിച്ചു കീറി ഗർജിച്ച് അങ്ങനെ ദേഷ്യപ്പെടണമെന്നില്ല. വളരെ മനോഹരമായിട്ടും ഒരു സെൽഫ് കൺട്രോളോടെയും ദേഷ്യപ്പെടാൻ പറ്റും. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷെ നമുക്ക് പറ്റുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി ദേഷ്യം നിർത്തണം, ദേഷ്യപ്പെടരുത് അങ്ങനെയൊക്കെ വിചാരിച്ചാൽ പറ്റില്ല. കാരണം നമ്മളെല്ലാം മനുഷ്യരല്ലേ, നമ്മളൊന്നും ജ്ഞാനികളൊന്നും അല്ലല്ലോ. സോ അതിന് യൂസ്ഫുൾ ആകുന്നതാണ് ഈ ഹോപ്പണോപ്പണോ പ്രെയർ. ഹോപ്പണോപ്പണോ പ്രെയർ വെറുതെ ഒരു 4 വാക്യമായിട്ട് പോയി ഇരുന്ന് പറഞ്ഞാൽ എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. കാരണം ഫസ്റ്റ് ടൈം അല്ല, ഞാനും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് അങ്ങനെ വലിയ ഗുണമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ നമുക്കുള്ളിൽ റിയലൈസ് ചെയ്യണമെങ്കിൽ അതിന് നമ്മുടേതായ ഒരു ഇമോഷണലി സ്പീച്ച് കൊടുത്ത് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു റിസൾട്ട് കിട്ടും. ഇത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്. ഇത് എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യാം. റിലേഷൻഷിപ്പ്, മണി, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഹോപ്പണോപ്പണോ പ്രെയർ യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഒരു അഡ്വാൻസ്ഡ് ലെവലിലാണ് പറയുന്നത്, വെറുതെ പോയി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ട്രോമകളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനൊക്കെ ഇതിനൊക്കെ ഈ അഡ്വാൻസ്ഡ് ലെവലിൽ പറയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. എനിക്കൊരു ഒരു 15 വർഷം വരെ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു ട്രോമ ഉണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ. അതൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് തന്നെ പറയാം. ഞാൻ അതിൽ നിന്ന് ഹീലായി പുറത്ത് വന്നത് ഈ ഹോപ്പണോപ്പണോ പ്രെയർ അഡ്വാൻസ്ഡ് ലെവലിൽ ചെയ്താണ്. അതെൻ്റെ ഗുരുവാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ അതാണ് നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇങ്ങനെ ഉണങ്ങാതെ മുറിവ്, ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നിരിക്കും, അതിങ്ങനെ ഉണങ്ങാതെ കിടന്ന് നമ്മളെ ദിവസവും മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിനൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് ആ സിറ്റുവേഷൻസ്, അതൊരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ പറയാം. ഇത് പറഞ്ഞാൽ വലിയൊരു ലെങ്തി വീഡിയോ ആവും. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അത് ധാരാളം പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഹോപ്പണോപ്പണോ പ്രെയർ എങ്ങനെ പറയാൻ നോക്കാം. നമ്മൾ റീസൺ പറഞ്ഞ് ഈ ഹോപ്പണോപ്പണോ പ്രെയർ പറയുമ്പോൾ എന്താവെന്ന് വെച്ചാൽ നമുക്കുള്ളിൽ തന്നെ ഒരു റിയലൈസേഷൻ ഉണ്ടാവും. നമുക്കുള്ളിലുള്ള അഹങ്കാരത്തെ എല്ലാം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ആ അഹങ്കാരത്തെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ അതിൽ നിന്ന് പുറത്തു വരാനും നമ്മളെ സെൽഫ് കൺട്രോൾ ചെയ്യാനും നമുക്ക് പറ്റും. അങ്ങനെ നമുക്കുള്ളിൽ ഒരു മാറ്റം വരും. ദേഷ്യമേ, ഐ എം സോറി. ദേഷ്യം എന്ന് പറയുന്നത് എല്ലാവരുടെ ഉള്ളിലുള്ളതാണ്. എന്നാൽ അത് ശരിയായ സ്ഥലത്ത് യൂസ് ചെയ്യാതെ എൻ്റെ ഇഷ്ടത്തിന് യൂസ് ചെയ്യുന്നു. സോ ഐ എം സോറി. ശരിയായ സ്ഥലത്ത് തന്നെ ദേഷ്യപ്പെടണം. ദേഷ്യം അടക്കി തന്നെ വയ്ക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ആരും. എന്നാൽ ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ദേഷ്യപ്പെടുന്നു. സോ ഐ എം സോറി. ഒരു സ്ഥലത്ത് തെറ്റ് നടന്നാൽ അവിടെ ദേഷ്യപ്പെടണം. ബട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ദേഷ്യപ്പെടാൻ പറ്റാത്തത് കൊണ്ട് വീട്ടിലുള്ളവരുടെ അടുത്ത് വന്ന് ദേഷ്യം കാണിച്ച് അതിലൊരു സുഖം കാണുന്നു. സോ ഐ എം സോറി. എനിക്ക് ദേഷ്യം വരുന്നുവെങ്കിൽ എന്നെ വിട്ട് അത് പുറത്തു പോയി എന്നർത്ഥം. പിന്നെ അവിടെ ശൂന്യമാണ്. ബട്ട്
ഞാനത് മനസ്സിലാക്കാതെ എൻ്റെ ഉള്ളിൽ ദേഷ്യം ഇപ്പോഴും ഇരുന്നിട്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് പോയ ദേഷ്യത്തിനെ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഫീൽ ചെയ്ത് വലുതാക്കി അതിനെ അട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ പ്ലീസ് ഫർഗീവ് മീ. ഒരാൾ എന്നോട് മനസ്സിലാക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു എങ്കിൽ അത് മനസ്സിലാക്കാതെ ഞാനും തിരിച്ച് അയാളോട് ദേഷ്യപ്പെട്ടാൽ അത് അവിടെ വർക്കൗട്ട് ആകില്ല. അവിടെ വളരെ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അത് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു. ആൾറെഡി എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഒരേ തെറ്റ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവിടെ എനിക്ക് ദേഷ്യപ്പെടാം. ബട്ട് ദേഷ്യത്തെ വളർത്തിക്കൊണ്ടേ പോകരുത് എന്ന കാര്യം ഇനിയും ഞാൻ മനസ്സിലാക്കാതെ ഇരിക്കുന്നു. സോ ഐ എം സോറി. ദേഷ്യത്തെ എവിടെ കാണിക്കണം എവിടെ കാണിക്കരുതെന്ന് അനലൈസ് ചെയ്യാതെ ഇപ്പോഴും ഞാൻ ഇരിക്കുന്നതിന് ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. ബട്ട് ഐ താങ്ക് യു, ഐ താങ്ക് യു, ഐ താങ്ക് യു. എന്താന്ന് വെച്ചാൽ എൻ്റെ ഈ ദേഷ്യം കാരണം എൻ്റെ ജീവിതത്തിൽ ധാരാളം നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. സോ താങ്ക് യു. എൻ്റെ ദേഷ്യം കാരണം പലരും എന്നെ പ്രകോപിക്കാൻ അടുത്ത് വരാതെ ഇരുന്നിട്ടുണ്ട്. സോ ഐ താങ്ക് യു. എൻ്റെ ദേഷ്യം എന്നെ പല മോശമായ സ്ഥലങ്ങളിൽ നിന്നും പല മോശമായ ആൾക്കാരിൽ നിന്നും എന്നെ രക്ഷിച്ചിട്ടുണ്ട്. സോ ഐ താങ്ക് യു. എൻ്റെ ജീവിതത്തിൽ ഈ ദേഷ്യം എനിക്കൊരു കാവലായി ഇരുന്നിട്ടുണ്ട്. കാരണം പല മോശമായ ആൾക്കാരും എൻ്റെ അടുത്ത് വന്ന് മോശമായ കാര്യങ്ങൾ പറയാൻ മടിക്കും. കാരണം ഇവൾ ദേഷ്യക്കാരിയാണ്, ഇവളോട് പറഞ്ഞാൽ ഇവൾ ദേഷ്യപ്പെടും എന്ന ഒരു കാരണം കൊണ്ട് പലരും എന്നോട് മോശമായി പെരുമാറാൻ മടിക്കാറുണ്ട്. സോ ആ ദേഷ്യത്തിന് ഐ താങ്ക് യു. ശരിയായ സ്ഥലത്ത് എൻ്റെ ദേഷ്യത്തെ ഒരു സെൽഫ് കൺട്രോളോടെ ഒരു പക്വതയോടെ കാണിക്കണം. അഹങ്കാരത്തോടെ കാണിക്കരുത്. എന്നോടിങ്ങനെ സംസാരിക്കരുത്, എനിക്കിത് ഇഷ്ടമല്ല, എന്നോടിങ്ങനെ പെരുമാറരുതെന്ന് വളരെ സെൽഫ് കൺട്രോളോടെ സംസാരിക്കണമെന്ന അറിവ് എനിക്ക് തന്നതിന് താങ്ക് യു. എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ മാത്രം സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ സംസാരിക്കേണ്ട, നിങ്ങൾ എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് എനിക്ക് വളരെ കൂളായിട്ട് പറയാൻ ഇപ്പോൾ കഴിയുന്നു. അതിന് ഐ താങ്ക് യു. ഇതാണ് കറക്റ്റ് വേ. എനിക്കിതിപ്പോൾ പഠിക്കാൻ കഴിഞ്ഞതിന് ഐ താങ്ക് യു. ഒരാൾ നമ്മളോട് ദേഷ്യം കാണിക്കുന്നുവെങ്കിൽ ദേഷ്യം കാണിച്ച് നമ്മളെ ആർഗ്യുമെൻറ്റ്സ് ചെയ്ത് തോൽപ്പിക്കണമെന്ന് നിൽക്കുകയാണെങ്കിൽ അവരോട് നമ്മളും പോയി തിരിച്ച് ആർഗ്യുമെൻറ്റ്സ് ചെയ്ത് ദേഷ്യപ്പെടാൻ നിൽക്കരുത്. അതിന് യാതൊരുവിധ യൂസും ഇല്ല. അവരത് മനസ്സിലാക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ പോകുന്നില്ല. സോ അത് മനസ്സിലാക്കി തന്നതിന് ഐ താങ്ക് യു. സംസാരത്തിൽ വളരെ സെൽഫ് കൺട്രോളോടെ നമ്മുടെ കാര്യം പറഞ്ഞ് സൈലൻ്റ് ആയിട്ട് തീർക്കണം. സോ അതെനിക്ക് മനസ്സിലാക്കി തന്നതിന് ഐ ലവ് യു. എൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ ഒരു നെഗറ്റിവിറ്റിയായി ഈ ദേഷ്യം വളർന്നുകൊണ്ടേ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കി തന്നതിന് ഐ ലവ് യു. ദേഷ്യം എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല. അത് ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ പക്വതയോടെ കാണിക്കേണ്ടത് എൻ്റെ കടമയാണ്. അത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കി. അതെനിക്ക് മനസ്സിലാക്കി തന്നതിന് താങ്ക് യു. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ എം സോറി. പ്ലീസ് ഫർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. നമ്മൾ ദേഷ്യം വരുമ്പോൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുമല്ലേ, നമ്മൾ തന്നെ നമ്മളെ വെറുത്തു പോകും. എന്നാൽ ഈ ആത്മീയതയിലൊക്കെ ഇരിക്കുന്നവർ എത്ര മനോഹരമായി വളരെ പക്വതയോടെ വളരെ ശാന്തതയോടെ എന്നാൽ പറയേണ്ട കാര്യം കറക്റ്റായിട്ട് പറഞ്ഞ് ഹാൻഡിൽ ചെയ്യും. സോ നമുക്കും ഇങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവരാവുന്നതാണ്. അതിന് നമ്മളിങ്ങനെ റിയലൈസ് ചെയ്ത് നമുക്കുള്ളിൽ നോക്കി നമ്മൾ റിയലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ അഹങ്കാരത്തെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും കുറേശ്ശെ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാനും കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.